ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പി നൂഡിൽസ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഇപ്പി നൂഡിൽസ് നമുക്ക് വളരെ ടേസ്റ്റിയായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 6 എണ്ണമുള്ള പാക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചെടുക്കാം. മുട്ട നമ്മൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചിക്കിയെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ മുട്ടയിട്ടാണ് ഇന്ന് നമ്മൾ ഇപ്പി നൂഡിൽസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എരിക്ക് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി നമ്മളിതായി ഈ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്തെടുത്തത്. എന്നിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ ഇത് ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ മാഗിക്ക് കിട്ടുന്നതാണ്. ഇനി ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുഞ്ഞായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസായി ഇവിടെ ചേർക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുക്കുംബറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി കുക്കുംബറാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതും കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോഴേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേ നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ട് ഇത് വരത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മാഗിയുടെ പാക്കറ്റിൻ്റെ കൂടെ കിട്ടി ആ മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഇപ്പി വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇപ്പി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പി ഞാൻ ഇതുപോലെ 2 പീസാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിത് എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേ ഇപ്പിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ ഇപ്പിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാവും. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുട്ട എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്.
അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള യിപ്പി നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.